എടോ ടീച്ചറെ, ഒന്ന് നിൽക്കടോ, ഏതെന്തൊരു പോക്കാണ്. അതും പറഞ്ഞ് മുന്നിൽ തടസ്സമായി നിന്ന് കിതപ്പടക്കാൻ പാടുപെടുന്നവനെ കണ്ടപ്പോൾ കണ്ണുകൾ നാലുപാടും സഞ്ചരിക്കുകയായിരുന്നു. ദേ ടീച്ചറെ, കാര്യം വളച്ചുകെട്ടില്ലാതെ തുറന്നു പറയാം, എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഈ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് പുറകെ പൈങ്കിളി കളിച്ച് നടക്കാനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വീട്ടിൽ വന്ന് സംസാരിക്കാടോ. അങ്ങനെയങ്ങ് പോകാതെ ടീച്ചറെ. ആണൊരുത്തം മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മറുപടി തരാത്തത് പോട്ടെ. എന്തായാലും ദാ ഇത്തിരി വെള്ളം കുടിക്ക്. എന്നെ കാണാതിരിക്കാൻ സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന് തുടങ്ങിയിട്ടുള്ള ഓട്ടോ അല്ലേ? ഈ ഓട്ടോ ഒളിമ്പിക്സിന് ഓടിയിരുന്നെങ്കിൽ മെഡൽ കിട്ടിയേനെ. നീട്ടിയ വെള്ളക്കുപ്പിയുമായി ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ നിൽക്കുന്നവനെ കണ്ടപ്പോൾ ചുണ്ടിൻ്റെ കോണിൽ വിരിഞ്ഞ ആ നനുത്ത പുഞ്ചിരിയെ ആരും അറിയാതെ ഒളിപ്പിക്കാൻ പാടുപെടുകയായിരുന്നു. ഒന്നും മിണ്ടാതെ പുറംതിരിഞ്ഞ് നടക്കുമ്പോൾ അയാളെ ആദ്യമായി കണ്ട ദിവസത്തിലേക്ക് ഓർമ്മകൾ ചേക്കേറിയിരുന്നു. സ്കൂളിലേക്ക് ഇറങ്ങാൻ വൈകിയ ഒരു ദിവസം ബസ് കിട്ടാൻ വേണ്ടി ഓടിക്കിതച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്താണ് എവിടുന്നോ പാഞ്ഞു വന്ന ബൈക്ക് തട്ടിയത്. ഇടിയുടെ ആഘാതത്തിൽ നെറ്റി ചെറുതായി ഒന്ന് മുറിഞ്ഞു. അപ്പുറത്ത് നിന്ന ലേഖ ടീച്ചർ ഓടി വന്ന് താങ്ങി എഴുന്നേൽപ്പിച്ചപ്പോഴേക്കും ബൈക്കുകാരൻ നിർത്താതെ പോയിരുന്നു. എഴുന്നേറ്റ് 2 അടി വെച്ചതും തല ചുറ്റിയതേ ഓർമ്മയുള്ളൂ. മയക്കം വിട്ടുണരുമ്പോൾ ഹോസ്പിറ്റൽ ബെഡിലാണ്. ആ ഉണർന്നോ? എൻ്റെ പാർവതി ടീച്ചറെ, ഇത്തിരി നേരത്തെ വീട്ടിൽ നിന്നിറങ്ങാൻ വയ്യായിരുന്നോ? ഓടിക്കിതച്ച് വന്ന് ഇപ്പം ആശുപത്രിയിലായപ്പോൾ സമാധാനം ആയല്ലോ. ഞാനങ്ങ് പേടിച്ചു പോയി. ഇന്ന് നിന്റെ ചെറിയമ്മ എന്ന് പറയുന്ന ആ ചൊറിയമ്മ വല്ല പണിയും തന്നു കാണും അല്ലേ? ലേഖ ടീച്ചറുടെ പറച്ചിലിന് ചിരിച്ചതേ ഉള്ളൂ. പെട്ടെന്നാണ് ഡോറ് തുറന്ന് ഒരാൾ ജ്യൂസുമായി കയറി വന്നത്. ദേ ടീച്ചറെ, വലിയ പഠിപ്പുണ്ടായിട്ടോ പിള്ളേരെ പഠിപ്പിച്ചിട്ടോ കാര്യമില്ല. ആദ്യം നേരെ ചൊവ്വേ നിലത്ത് നോക്കി നടക്കാൻ പഠിക്കണം. ബാക്കിയുള്ളവരെ കൂടി വെറുതെ മെനക്കെടുത്താനായിട്ട്. വന്നു കയറിയതും ചീറ്റപ്പുലിയെപ്പോലെ എന്നോട് കയർത്തിട്ട് ലേഖ ടീച്ചറോട് എൻ്റെ ആരോഗ്യ വിവരങ്ങളും ചോദിച്ച് ജ്യൂസും ഏൽപ്പിച്ചിട്ട് പോകുന്ന ആളെ കണ്ട് വായും തുറന്നിരുന്നു പോയി. ഇയാളാരാ ലേഖ ടീച്ചറെ? എന്തിനാ എന്നോടിപ്പോൾ ദേഷ്യപ്പെട്ടത്? നീ ബോധം കെട്ട് വീണപ്പോ അതുവഴി വന്നതാ. നിന്നെ എടുത്ത് ഓട്ടോയിൽ കയറ്റി ഇവിടെ ഇറക്കി. പിന്നെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തും തന്നു. ശിവൻ എന്ന പേര്. നമ്മുടെ നാട്ടിൽ പുതിയതാ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താ താമസം. പക്ഷേ ആളിത്തിരി പ്രശ്നം. കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന ബസ് തടഞ്ഞ് ആ ഡ്രൈവറെ പെരുമാറിയത് ഇയാളാ. കൂലിത്തല്ല പണി. ശിവൻ ശരിക്കും പരമശിവന്റെ രൗദ്രഭാവമാണെന്ന് തോന്നി. പിന്നീട് സ്കൂളിലേക്ക് പോകുന്ന വഴി കവലയിലും ഓട്ടോക്കാരോടൊപ്പവും ബസ് സ്റ്റോപ്പിലും അങ്ങനെ പലയിടത്തായി അയാളെ കാണുമ്പോൾ മുഖം തിരിച്ചു തന്നെ നടക്കും. എന്തിനാ വഴി കൂടെ പോകുന്ന തല്ലി വാങ്ങുന്നേ? ഒരിക്കൽ അമ്പലമുറ്റത്ത് തൊഴുതിറങ്ങുമ്പോൾ അരയാലും ചുവട്ടിലിരിക്കുന്ന ചെറുപ്പക്കാരുടെ അശ്ലീല കമന്റ് കേട്ട് മറുപടി പറയാനായി ഞാൻ തിരിഞ്ഞതും പെണ്ണുങ്ങളുടെ നേരെ നീയൊക്കെ അനാവശ്യം പറയും അല്ലേടാ, അതും നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ടീച്ചറെ. അതും പറഞ്ഞ് അവന്മാരുടെ കുത്തിനു പിടിച്ച് തല്ലുന്ന ശിവേട്ടനെ കണ്ടു. അതെ ടീച്ചർ ഒന്ന് നിന്നേ. ആളുടെ വിളി കേട്ട് സ്വല്പം ഒരു പേടിയോടെയാ നോക്കിയത്. കണ്ണി കണ്ടവന്മാരുടെ വായിലിരിക്കുന്നത് കേൾക്കാന്ന് നേർച്ച വല്ലതും നേർന്നിട്ടുണ്ടോ? ആരാണെങ്കിലും മുഖത്ത് നോക്കി അനാവശ്യം പറഞ്ഞാൽ കാരണം പുകച്ചു കൊടുത്തേക്കണം. അല്ലാതെ അയ്യോ പാവം കളിച്ചാൽ ഇവന്മാരൊക്കെ തലയിൽ കയറും. ഈശ്വരാ, ഇയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ടീച്ചറെ എന്ന വിളി കേട്ടത്. അമ്മൂട്ടി, എൻ്റെ ക്ലാസ്സിലെ പുതിയ കുറുമ്പി. ഓടി വന്ന് ആൾ സാരിത്തുമ്പിൽ പിടിമുറുക്കിയിരിക്കുന്നു. ഞാൻ മാമൻ്റെ കൂടെ അമ്പലത്തിൽ വന്നതാ. ശിവേട്ടനെ ചൂണ്ടിയാണ് പറച്ചിൽ. ഏത്, ഈ വെട്ടുപോത്തോ? കാര്യം ആത്മഗതം പറഞ്ഞതാണെങ്കിലും സംഗതി കൈവിട്ടുപോയി. ശബ്ദം കൂടി. ആൾ എന്നെ കലിപ്പിച്ച് നോക്കുന്ന കണ്ടു. പക്ഷെ അപ്പോഴേക്കും അമ്മൂട്ടി കൈ കൂട്ടി ചിരിച്ചു. വെട്ടുപോത്തേ എന്ന് പറഞ്ഞ് ശിവേട്ടനെ കളിയാക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെയും എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിലാ അമ്മൂട്ടി അത് പറഞ്ഞത്. ടീച്ചറമ്മേ, ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴേ ഈ മാമൻ എന്നും ചോദിക്കും ടീച്ചറമ്മയുടെ കാര്യം. എന്നിട്ട് പറയുവാ, മാമൻ ചോദിച്ച കാര്യം ടീച്ചറമ്മയോട് പറയില്ലേന്ന്. പക്ഷേ ഉണ്ടല്ലോ, വലിയ ഭാവത്തിൽ ആളെന്തോ പറയാൻ വന്നതും അമ്മൂട്ടി നീ വന്നേ, അമ്മയും അച്ഛനും തിരക്കുന്നുണ്ടാവും. അതും പറഞ്ഞ് ശിവേട്ടൻ അമ്മൂട്ടിയെ കൈകളിൽ കോരിയെടുത്തിരുന്നു. എൻ്റെ സംശയം നിറഞ്ഞ നോട്ടം കണ്ടിട്ടാവണം ഇതുവരെ ഗൗരവം നിറഞ്ഞ ആളുടെ മുഖത്ത്
വല്ലാത്തൊരു പരവേശവും ചമ്മലും വന്നു നിറയുന്നുണ്ടായിരുന്നു. ഓരോന്നോർത്ത് വീടിന്റെ ഗേറ്റ് തുറന്നതും ഉമ്മറത്ത് ദേഷ്യത്തോടെ നിൽക്കുന്ന ചെറിയമ്മയെ കാണുകെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എവിടെ പോയി കിടക്കുവായിരുന്നടി ഊരുംപെട്ടവളെ? അത് സ്കൂളിൽ നിന്നിറങ്ങാൻ ലേറ്റായി, അതാ താമസിച്ചത്. ആർക്കറിയാൻ സത്യമാണോ എന്ന് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. നിന്റെ തലവെട്ടം കണ്ടപ്പോൾ തന്നെ തള്ളയും തന്തയും പോയി, പുഞ്ഞാരിച്ച് വളർത്തിയ എൻ്റെ കെട്ടിയോനും പോയി. ആരുമില്ലാന്ന് വിചാരിച്ച് അഴിഞ്ഞാടി നടക്കാന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പൊയ്ക്കോണം. ഇവിടെ വേറെ ഒരു പെങ്കൊച്ചും കൂടി ഉള്ളതാ. ചെറിയമ്മയുടെ സംസാരത്തിന് ചെവി കൊടുക്കാൻ പോയില്ല. ചെറിയച്ഛൻ പോയതിൽ പിന്നെ എന്നെ കുറ്റം പറയുന്നത് സ്ഥിര ഏർപ്പാടാണ്. അകത്തേക്ക് കയറി ഹാൻഡ് ബാഗ് കട്ടിലേക്ക് ഇട്ടതും 2 കൈകൾ വന്ന് ഇടുപ്പിലൂടെ ചുറ്റി വരുന്നു. എവിടെയടി ചേച്ചി പെണ്ണ് എൻ്റെ ചോക്ലേറ്റ്? അല്ലെങ്കിൽ തന്നെ ഞാൻ കാരണം നീ വഷളായി പോകുന്നെന്നാ നിന്റെ അമ്മയുടെ പറച്ചിൽ. ഇനി ഇതുകൂടി അറിയണം. ആണോ? അങ്ങനെയെങ്ങും വഷളായെങ്കിൽ ഞാനങ്ങ് സഹിച്ചു. നീ എൻ്റെ സ്വീറ്റ് ആൻഡ് സ്പെഷ്യൽ ചേച്ചിയല്ലേ? അതും പറഞ്ഞ് കവിളിലൊരു മുത്തവും നൽകി ചോക്ലേറ്റും തട്ടിപ്പറിച്ച് ഓടിപ്പോകുന്നത് കണ്ടു. പിറ്റേന്ന് അവധി ദിവസമായതിനാൽ പണികളൊക്കെ ഒതുക്കി കുട്ടികളുടെ പരീക്ഷാ പേപ്പർ നോക്കുന്നതിനിടയിലാണ് ചെറിയമ്മയുടെ വിളി വന്നത്. ഉമ്മറത്തേക്ക് എത്തിയതും ചെറിയമ്മയുടെ മുൻപിൽ നിൽക്കുന്ന ശിവേട്ടനെ കണ്ടു. കണ്ടില്ലേടി അഹങ്കാരി, വന്ന് തെരുവിൽ കിടക്കണ തെമ്മാടികൾ വരെ ഈ മുറ്റത്ത് വന്ന് നിൽക്കണത്? അവൻ സംബന്ധം ആലോചിക്കാൻ വന്നതാ. എന്തായാലും ആഗ്രഹം കൊള്ളാം. നല്ല കുടുംബത്തിൽ ജനിച്ച ഗവൺമെന്റ് ജോലിക്കാരിയായ ടീച്ചറെ തന്നെ വേണം അല്ലേ? നാണം കെട്ടവൻ. പിന്നെയും ഓരോന്ന് പറഞ്ഞ് ചെറിയമ്മ ശിവേട്ടനെ അപമാനിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ടിട്ടും പ്രതികരിക്കാതെ തികട്ടി വന്ന ദേഷ്യത്തെ മുഷ്ടി ചുരുട്ടി നിയന്ത്രിക്കുന്ന ശിവേട്ടനെ കണ്ടു. ഞാൻ കാരണം ആ മനുഷ്യൻ കേൾക്കേണ്ടി വന്ന അപമാനം ഓർത്തപ്പോൾ കൈവന്ന ധൈര്യത്തിന് മതി, ഒന്ന് നിർത്ത് ചെറിയമ്മ എന്ന എൻ്റെ പറച്ചിലിന് 5 വിരലുകളും കവിളിൽ പതിഞ്ഞിരുന്നു. എന്നെ ഭരിക്കാൻ മാത്രം നീ വളർന്നല്ലേടി അസത്തെ? അടുത്ത അടിക്കായി ചെറിയമ്മ കൈ ഉയർത്തിയതും ശിവേട്ടൻ തടഞ്ഞതും ഒരുമിച്ചായിരുന്നു. ഇത്രയും നേരം എന്നെ പറഞ്ഞത് ഞാൻ സഹിച്ചത് നിങ്ങൾക്ക് എൻ്റെ അമ്മയുടെ പ്രായം വരും എന്നുള്ളതുകൊണ്ടാ. പക്ഷേ ഇനി പാർവതിയുടെ ദേഹത്ത് നിങ്ങൾ കൈവച്ചാൽ ഞാനതങ്ങ് മറക്കും. മുൻപ് പറഞ്ഞില്ലേ തെമ്മാടിയാ ഞാൻ എന്ന്. ശരിയാ, ആ സ്വഭാവം എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. പാർവതി, തന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടമാണെന്നൊരു വാക്ക് നീ പറഞ്ഞാൽ മതി. ആരൊക്കെ എതിർത്താലും ഞാൻ നോക്കിക്കൊള്ളാം. എന്തായാലും ഇവിടുത്തെ പോലെ വേലക്കാരിയുടെ സ്ഥാനത്ത് ജീവിക്കേണ്ടി വരില്ല. അതിന് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്ത് ധൈര്യത്തിലാ ഇങ്ങോട്ട് വന്നത്? ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്. എൻ്റെ മറുപടി കേട്ടിട്ടാവണം വിശ്വാസം വരാത്തതുപോലെ നോക്കുന്നത് കണ്ടു. അവള് പറഞ്ഞത് നീ കേട്ടില്ലേ? ഇറങ്ങിപ്പോടാ നിന്ന് ചെലക്കാതെ. ചെറിയമ്മയുടെ പറച്ചിലിൽ എല്ലാം തകർന്നവനെ പോലെ തല കുമ്പിട്ട് ഇറങ്ങിപ്പോകുന്ന ശിവേട്ടനെ കാണുകെ ഹൃദയം തകരുന്നത് പോലെ തോന്നി. എന്തിനാടി ചേച്ചി ഇവിടെ കിടന്ന് ഇങ്ങനെ നരകിക്കുന്നത്? ഇറങ്ങിപ്പോയിക്കൂടെ നിനക്ക്? നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, മാസാമാസം എൻ്റെ ചേച്ചി കൊണ്ടുവരുന്ന ശമ്പളത്തിലാ അമ്മയുടെ കണ്ണ്. പിന്നെ ശിവേട്ടൻ അത്ര മോശം ആളൊന്നുമല്ല. ഞങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടിയെ ശല്യം ചെയ്ത ഡ്രൈവറെ തല്ലിയത് ശിവേട്ടനാ. ഇപ്പം ബസ്സിൽ ശല്യവും ഇല്ല, കറക്റ്റ് സ്റ്റോപ്പിൽ നിർത്തുകയും ചെയ്യും. വയ്യ മോളെ, പേടിയാ ചേച്ചിക്ക്. ചെറിയമ്മ പറയണ പോലെ എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ ശാപം വരുത്തുന്ന ജന്മമാണ് എൻ്റേത്. നിന്നെപ്പോലെ സ്നേഹിക്കാൻ എനിക്ക് പേടിയാ. വലിയ ടീച്ചറാന്ന് പറയാൻ നിനക്ക് നാണമുണ്ടോടി ചേച്ചി? ഓരോ അന്ധവിശ്വാസം എന്തിൻ്റെ പേരിലാണെങ്കിലും ആ ചേട്ടനെ ഇത്രയും വിഷമിപ്പിച്ച് ഇറക്കി വിടണ്ടായിരുന്നു. രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വന്നില്ല. കൺമുന്നിൽ എല്ലാം തകർന്നവനെ പോലെ ഇറങ്ങിപ്പോകുന്ന ശിവേട്ടൻ്റെ മുഖമായിരുന്നു. പിറ്റേന്ന് സ്കൂളിലേക്ക് പോകുമ്പോഴും ബസ്സിലും കവലയിലുമൊക്കെ ആളെ തപ്പിയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. ഇതുവരെ ഇല്ലാത്ത ഒരു സങ്കടം വന്ന് മൂടുന്നുണ്ടായിരുന്നു. വല്ലപ്പോഴും എൻ്റെ ടീച്ചറേ എന്നുള്ള ശിവേട്ടൻ്റെ വിളി കേൾക്കണ പോലെ ഒരു വേള അത്ഭുതം തോന്നി. എന്നും വഴിയിൽ കാണും എന്നൊഴിച്ചാൽ അധികമൊന്നും സംസാരിച്ചിട്ടില്ല. എന്നിട്ടും ശിവേട്ടൻ ഇത്രയധികം എന്നെ സ്വാധീനിച്ചിരുന്നുവോ? പുറത്ത് പോലീസ് ജീപ്പിന്റെ സൗണ്ട് കേട്ടാണ് ഉമ്മറത്തേക്ക് വന്നത്. ജീപ്പിൽ നിന്ന് പോലീസ് യൂണിഫോമിൽ ഇറങ്ങുന്ന ആളെ കാണുന്നത് സ്വപ്നമാണെന്ന് തോന്നി. മുന്നിൽ വന്ന് നിന്നിട്ടും ഞെട്ടൽ മാറിയിരുന്നില്ല. യൂണിഫോമിലെ പേരിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ശിവൻ പ്രയാഗ് IPS. പാർവതിക്ക്
ഒരു അറസ്റ്റ് വാറണ്ടുണ്ട്, ഒന്ന് സ്റ്റേഷൻ വരെ വരണം. ഞാനൊന്നും ചെയ്തിട്ടില്ല, വിക്കിയാണ് പറഞ്ഞത്. നിർത്തടി നിന്റെ കഥാപ്രസംഗം. കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനെ അടിച്ചിട്ട് ന്യായം പറയുന്നു. നീ ആരാടി, ഉണ്ണിയാർച്ചയോ? അത് പറഞ്ഞ് എൻ്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കി നീങ്ങുന്ന ശിവേട്ടനെ കാണുകെ കണ്ണിറഞ്ഞു തുളുമ്പുകയായിരുന്നു. കൂടെ ജോലി ചെയ്യുന്ന അനന്തൻ സാറിൻ്റെ ശല്യം തുടങ്ങിയിട്ട് കുറച്ചധികമായി. പലതവണ താക്കീത് നൽകിയതാണ്. ഇന്നലെ സ്റ്റാഫ് റൂമിൽ ആരും ഇല്ലാത്ത സമയത്ത് തൻ്റെ ദേഹത്ത് കൈവെക്കാൻ തുടങ്ങുന്നത് കണ്ടതും കാരണം പുകച്ച് ഒരെണ്ണം കൊടുത്തു. വണ്ടി എവിടെയാ നിർത്തിയത് അറിഞ്ഞിട്ടാണ് മുഖം ഉയർത്തിയത്. അമ്പലമുറ്റമാണെന്നറിഞ്ഞതും ഒരു പകപ്പോടെ ഞാൻ ആളെ നോക്കി. ഇന്ന് ഞാൻ ജോയിൻ ചെയ്യുന്ന ദിവസം, എനിക്ക് ഒന്ന് തൊഴണം. അത് പറഞ്ഞിട്ടും അനങ്ങാതെയുള്ള എൻ്റെ ഇരിപ്പ് കണ്ടിട്ടാവണം. ഇനി നിനക്കെഴുന്നള്ളാൻ താലപ്പൊലി വല്ലതും വേണോ? കണ്ണീർ പരമ്പര സീരിയലിലെ നായികമാരെ പോലെ മോങ്ങാതെ വരുന്നെങ്കിൽ വാ. അമ്പലനടയിൽ കണ്ണടച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് കഴുത്തിലൊരു തണുപ്പ് അനുഭവപ്പെട്ടതറിഞ്ഞു. കൺതുറക്കുമ്പോൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന ശിവേട്ടനെ കാണുകെ ശില പോലെ നിന്നു പോയിരുന്നു. സീമന്തരേഖയിൽ ഒരു നുള്ള സിന്ദൂരം ആ കൈകൊണ്ട് പതിഞ്ഞതും മിഴികൾ തന്നെ കൂമ്പി അണഞ്ഞുപോയി. ആളെ നോക്കിയതും എന്നു എനിക്കായി വിരിയുന്ന കുസൃതി ചിരി ആ മുഖത്തുണ്ടായിരുന്നു. ഇനി മുതൽ നീ എൻ്റെ മാത്രം പാർവതിയാ, ഈ ശിവന്റെ മാത്രം പാർവതി, ശിവപാർവതി. എത്രയൊക്കെ മറച്ചു വെച്ചാലും ഈ ഉണ്ടക്കണ്ണ് കള്ളം പറയില്ല എൻ്റെ ടീച്ചറെ. ജോയിൻ ചെയ്യേണ്ട തിരക്കിൽ കുറച്ചു ദിവസം മാറി നിൽക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. അനന്തൻ ആശുപത്രിയിലുണ്ട്. എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് കൈവെക്കാൻ നോക്കിയവനെ ശരിക്കും പെരുമാറിയിട്ടുണ്ട്. പിന്നെ അറസ്റ്റ്. ഇനി ജീവപര്യന്തം അല്ലേ, ജീവിതകാലം മുഴുവൻ ഈ വെട്ടുപോത്തിനെ സഹിക്കാൻ തയ്യാറായിക്കോ എൻ്റെ ടീച്ചർ പെണ്ണ്. അതും പറഞ്ഞ് തിരിഞ്ഞതും, എടോ പോലീസേ, എനിക്കൊരു പരാതി തരാനുണ്ട്. പരാതിക്കാരി ഈ പാർവതി കൃഷ്ണൻ, പ്രതി ശിവൻ IPS. കേസ് തട്ടിക്കൊണ്ടുപോയി ബലമായി കല്യാണം കഴിക്കൽ. അല്ല, അത് ഏത് വകുപ്പിൽ വരും? ഇടുപ്പിൽ കൈയും കുത്തി പറയുന്നവളെ കാണുകെ ഒരു നിമിഷം നോക്കി നിന്നുപോയി. അങ്ങനെയാണോ? എങ്കിൽ പരാതി പറയുമ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്തു. അതും പറഞ്ഞ് ആ നുണക്കുഴി കവിളിൽ മുത്തമിടുമ്പോൾ അസ്തമയ സൂര്യനേക്കാൾ ചുവപ്പ് രാശി അവളുടെ കവിൾ തടങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.